കേരളത്തിന്റെ മധ്യഭാഗത്ത് കോട്ടയം ജില്ലയിലെ പശ്ചിമഘട്ട മലനിരകളിൽ മേഘങ്ങൾക്കിടയിൽ തലയുയർത്തി നിൽക്കുന്ന പ്രകൃതിയുടെ വിസ്മയം, അതുപോലെ തന്നെ മീനച്ചിലാറിന്റെ ഉത്ഭവസ്ഥാനവും നീലക്കൊടുവേലിയുടെ ദുരിതങ്ങളുമൊക്കെ നിറഞ്ഞ ഇല്ലിക്കൽ മലയിലെ ഇല്ലിക്കൽ കല്ലിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. സാഹസിക യാത്രകളും പ്രകൃതിയുടെ നിശബ്ദ സൗന്ദര്യവും ഒരുപോലെ ഇഷ്ടപ്പെടുന്നവർക്ക് മറക്കാനാകാത്ത ഒരു അനുഭവമാണ് ഈ യാത്ര. ഇല്ലിക്കൽ കല്ലും ഇല്ലിക്കൽ കല്ലിന്റെ ബാക്ക് സൈഡിലെ കാഴ്ചകളും ഒക്കെ കണ്ടുള്ള നമ്മുടെ ഇന്നത്തെ യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഇലുവേഴാപൂജയുടെ കാഴ്ചയൊക്കെ കണ്ടതിന് ശേഷം ഇവിടെ നിന്നാണ് ഇല്ലിക്കൽ കല്ലിന്റെ ഭംഗി കാണാനുള്ള യാത്ര നമ്മൾ തുടങ്ങുന്നത്. ഇനി ഇല്ലിക്കൽ കല്ലിലേക്കാണ് പോകുന്നത്. ഇവിടെ നിന്നും 14 കിലോമീറ്റർ സഞ്ചരിച്ച് വേണം ഇല്ലിക്കൽ കല്ലിലെത്താൻ. ഇലുവേഴാപൂജയുടെ വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇല്ലിക്കൽ കല്ലിൻ്റെ അടിവാരത്ത് DTPC ഒരുക്കിയിരിക്കുന്ന പാർക്കിംഗ് ഗ്രൗണ്ടിൽ എത്തിയതിനു ശേഷം അവിടെ നിന്നും എൻട്രി ടിക്കറ്റ് എടുത്ത് ജീപ്പിൽ സഞ്ചരിച്ച് വേണം നമുക്ക് ഇല്ലിക്കൽ കല്ല് വ്യൂ പോയിന്റിന്റെ താഴ്ഭാഗത്തെത്താൻ. അവിടെ നിന്നും കുറച്ചു ദൂരം ട്രെക്കിംഗ് നടത്തി വേണം നമുക്ക് വ്യൂ പോയിന്റിലെത്താൻ. വണ്ടി പാർക്ക് ചെയ്തതിനു ശേഷം നമ്മളിപ്പോൾ പോകുന്നത് DTPCയുടെ ടിക്കറ്റ് കൗണ്ടറിലേക്കാണ്. ജീപ്പിന്റെ ചാർജും എൻട്രി ഫീസും ഉൾപ്പെടെ 59 രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് നിരക്ക്. മുൻപിൽ കാണുന്ന ഈ ചെക്ക് പോസ്റ്റ് ഒക്കെ കടന്നു വേണം നമുക്ക് മുകളിലേക്ക് പോകാൻ. നമുക്ക് ചുറ്റുമുള്ള മലമുകളിലൊക്കെ കോടമഞ്ഞ് നന്നായിട്ട് അടിച്ചു കയറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു കാഴ്ച തന്നെ പ്രതീക്ഷിക്കാം. ടിക്കറ്റ് കവറിന്റെ തൊട്ട് മുകളിലായാണ് ജീപ്പ് പാർക്ക് ചെയ്തിരിക്കുന്നത്. ജീപ്പിന്റെ അടുത്തെത്തി ടിക്കറ്റ് നൽകി നമ്മൾ മുകളിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 3500 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏറ്റവും മനോഹരമായ വ്യൂ പോയിന്റുകളിൽ ഒന്നാണിത്. മുന്നോട്ട് ഓരോ വളവുകൾ കയറും തോറും പ്രകൃതിയുടെ ഓരോ വ്യത്യസ്തമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ ദൂരെ കാണുന്നതാണ് ഇല്ലിക്കൽ കല്ല് വ്യൂ പോയിന്റ്. ഏകദേശം ജീപ്പിൽ 5 മിനിറ്റ് യാത്ര ചെയ്യുമ്പോൾ തന്നെ മലയുടെ അടിഭാഗത്ത് എത്താം. ഇവിടെ ജീപ്പിൽ നിന്നും ഇറങ്ങിയതിന് ശേഷം ഇനി നടന്നു വേണം വ്യൂ പോയിന്റിലേക്ക് പോകാൻ. താഴെ കുറച്ച് കടകളൊക്കെ ഉണ്ട്. നമുക്കിനി മുകളിലേക്ക് നടന്നു കയറണം. നമ്മൾ പോകുന്ന വഴിയുടെ ഇരുവശങ്ങളിലും പുൽമേടുകളാണ് ഉള്ളത്. ചുറ്റും എവിടെ നോക്കിയാലും നല്ല പച്ചപ്പാണ്. നമുക്ക് മുൻപിൽ കാണുന്ന ആ വ്യൂ പോയിന്റിലേക്കാണ് ഇനി നമുക്ക് നടന്നു കയറേണ്ടത്. കുത്തനെയുള്ള കയറ്റമാണെങ്കിലും വലിയൊരു ദൂരമൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ആദ്യം കയറി ചെല്ലുന്നത് തന്നെ ചെറിയൊരു വ്യൂ പോയിന്റിലേക്കാണ്. ഇവിടെ നിന്നാൽ ഇല്ലിക്കൽ കല്ലിന്റെ റൈറ്റ് സൈഡിലുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാവുന്നതാണ്. ഈ കോടമഞ്ഞും തണുപ്പും ഇല്ലിക്കൽ കല്ലിന്റെ കാഴ്ച ഭംഗിയും ഒക്കെ ഇവിടെ എത്തുന്നവർക്ക് നല്ലൊരു കാഴ്ചയുടെ അനുഭവം തന്നെയാണ് നൽകുന്നത്. ഇവിടെ ഈ ഇല്ലിക്കൽ കല്ലിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് എത്ര നേരം വേണമെങ്കിലും നിൽക്കാൻ തോന്നും. കാലാവസ്ഥ അനുസരിച്ച് ഇവിടുത്തെ കാഴ്ചകൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്നവർക്ക് എന്നും ഒരു പുതുമയുള്ള കാഴ്ച തന്നെയാണ് ലഭിക്കുന്നത്. ഈ വ്യൂ പോയിന്റ് താഴെയായി നമുക്ക് വിശ്രമിക്കുന്നതിനും മല കയറുന്നതിനും ബുദ്ധിമുട്ടുള്ളവർക്ക് ഇരുന്ന് പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നതിനുമായി നിർമ്മിച്ചിരിക്കുന്ന ഒരു ഏരിയയും ഉണ്ട്. ഇവിടം പ്രധാനപ്പെട്ട ഒരു ഫോട്ടോ പോയിന്റ് കൂടിയാണ്.
ഇവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഇനി നമ്മൾ മുകളിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. ഇനി മുകളിലേക്ക് നല്ല കയറ്റമാണ്. പോകുന്ന വഴിക്ക് ഇരുവശവും സ്റ്റീൽ കൊണ്ടുള്ള മനോഹരമായ കൈവരിയൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു ഭയവുമില്ലാതെ മുകളിലേക്ക് പോകാൻ പറ്റും. മഞ്ഞ് മൂടിക്കിടക്കുമ്പോൾ വഴി തെറ്റുമെന്ന് പേടിക്കേണ്ടതുമില്ല. മുകളിലേക്ക് നിർമ്മിച്ചിട്ടുള്ള സ്റ്റെപ്പുകളൊക്കെ കുറച്ച് ഭാഗം നശിച്ചു പോയിട്ടുണ്ട്. എങ്കിലും ഈ കോടമഞ്ഞും തണുപ്പും ഒക്കെ അടിച്ച് മുകളിലേക്കുള്ള യാത്ര നല്ല രസകരം തന്നെയാണ്. ഈ മല കയറി ഇവിടെ എത്തുമ്പോൾ ഒരു കാഴ്ചയുടെ വിസ്മയം തന്നെയാണ് ഇവിടെ ഉള്ളത്. കോടമഞ്ഞിന്റെ ഇടയിൽ ഒളിച്ചു കളിക്കുന്ന ഇല്ലിക്കൽ കല്ലിന്റെ ആ വിശ്വരൂപം ഏറ്റവും അടുത്ത് നിന്ന് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു വ്യൂ പോയിന്റ് ആണിത്. നമുക്ക് ആ മനോഹരമായ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നാൽ ഒരു 360 ഡിഗ്രി വ്യൂ ഒക്കെ കിട്ടും. ഇവിടെ കോടമഞ്ഞ് വന്നും പോയി ഒക്കെ ഇരിക്കുന്നത് കൊണ്ട് ആ കാഴ്ചയുടെ ഭംഗിയൊക്കെ ഒന്ന് വേറെ തന്നെയാണ്. മൺസൂൺ കാലത്ത് ഇല്ലിക്കൽ കല്ല് കോടമഞ്ഞിന്റെ ഒരു സ്വന്തം ലോകമാണ്. ചില സമയങ്ങളിൽ ഇതുപോലെ ചുറ്റുമുള്ള കാഴ്ച മുഴുവൻ മറച്ചു കളയും. പിന്നെ പതിയെ വീണ്ടും തെളിഞ്ഞും വരും. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കാഴ്ച വളരെ രസകരം തന്നെയാണ്. ഇല്ലിക്കൽ കല്ലിന്റെ ബാക്ക് സൈഡിലേക്ക് നല്ല ഭംഗിയുള്ള ഒരു റോഡാണുള്ളത്. ഇല്ലിക്കൽ കല്ലിന്റെ ബാക്ക് സൈഡിൽ എത്തണമെങ്കിൽ ഇവിടെ നിന്നും ഏകദേശം 12 കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്യണം. നല്ല മഞ്ഞൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന ഫീല് അതൊന്ന് വേറെ തന്നെയാണ്. ഇല്ലിക്കൽ കല്ലിന്റെ ബാക്ക് സൈഡും വിനോദസഞ്ചാരികളുടെ ഒരു ഇഷ്ട കേന്ദ്രം തന്നെയാണ്. ഇല്ലിക്കൽ കല്ലിന്റെ ബാക്ക് സൈഡിൽ നിന്നാണ് ഇല്ലിക്കൽ കല്ലിന്റെ മുകളിലുള്ള നരകപാലത്തിലേക്ക് ആളുകൾ ട്രെക്ക് ചെയ്ത് കയറുന്നത്. ഇല്ലിക്കൽ കല്ലിന്റെ മുകളിലുള്ള 3 വലിയ പാറകളാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. കുടയുടെ ആകൃതിയിലുള്ള കുടക്കല്ല്, കൂന് പോലെ കാണപ്പെടുന്ന കൂനുകല്ല്, അതുപോലെ തന്നെ തലയുയർത്തി നിൽക്കുന്ന ഇല്ലിക്കൽ കല്ല് എന്നിവയാണ് ഇവ. ഈ പാറകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഇടുങ്ങിയ ഭാഗമാണ് വാർത്തകളിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന നരകപാലം. സാഹസിക യാത്രികരുടെ ഒരു പ്രിയപ്പെട്ട ഇടമാണിവിടം. ഇതിലെയുള്ള യാത്ര വളരെ അപകടം നിറഞ്ഞത് തന്നെയാണ്. കാലാവസ്ഥ അനുസരിച്ച് ഇവിടുത്തെ കാഴ്ചകൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്നവർക്ക് എന്നും ഒരു പുതുമയുള്ള കാഴ്ച തന്നെയാണ് ലഭിക്കുന്നത്. നമ്മുടെ ഈ യാത്രയിൽ എന്തായാലും നല്ലൊരു വിഷ്വൽ എക്സ്പീരിയൻസ് തന്നെയാണ് ലഭിച്ചത്. ഓരോ യാത്രയും നമ്മളെ പുതിയ അനുഭവങ്ങളിലേക്കാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഇതൊക്കെയാണ് ഇല്ലിക്കൽ കല്ലിന്റെ കാഴ്ചകൾ. പ്രകൃതിയുടെ ഭംഗി ഏറ്റവും മനോഹരമായി അനുഭവിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് ഇല്ലിക്കൽ കല്ല്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണിത്. നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.